എനിക്കിവിടെ ചിലവുകളുണ്ട്. അതെങ്ങനെ നടന്നു പോകുന്നേ അപ്പം എല്ലാ ദിവസ ചെലവുകളും ഒക്കെ? നിങ്ങളെപ്പോലെയുള്ളവർ വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കും. എനിക്ക് വാഹനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ള ഒരു ചാനലുകാർ വരുമ്പോൾ ഇതിനെ ഞാനൊരു തൊഴിലാക്കി മാറ്റിയേക്കുക. എനിക്ക് പൈസ തരാതെ ഞാൻ തരില്ല. എൻ്റെ ജീവനാണ്, ജീവിതമാണ്. നിങ്ങളത് കൊണ്ടുപോയി ഇങ്ങനെ പ്രദർശിക്കുമ്പോൾ ഒരു സിനിമ പോലെയാ. അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു കുഞ്ഞു വിഹിതമെങ്കിലും എനിക്ക് തരണം എന്ന് ഞാൻ ആദ്യമേ പറയും. കാരണം എനിക്ക് യാത്ര ചെയ്യണം. ഡ്രൈവറിന് മണി ഈസ് ഓൾവേസ്. പുള്ളിക്കാരി പറഞ്ഞതിലും കാര്യമുണ്ട്. ഈ പല ആൾക്കാരും, പ്രത്യേകിച്ച് അലിൻ ജോസ് പെരേര, അഭിലാഷ് ആട്ടായം, ഇവരുടെയൊക്കെ വീഡിയോ നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാം റീല് തുറന്നാൽ ഇവരുടെ ഒരു വീഡിയോ ഏതെങ്കിലും പെണ്ണിനെ കൊണ്ട് അഭിലാഷ് ആട്ടായം ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന രീതിയിലൊക്കെയാണ്. കാരണം പുള്ളിക്ക് അതിനൊക്കെ നല്ല പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ ഒരു പണിയില്ലാതിരിക്കാന്ന് നോക്കിയിട്ട് ഈ ചാനലുകാർ കൊണ്ടുപോയി എടുത്തും ഇവരുടെ ഈ കോപ്രായക്കാരെ ഇട്ടിട്ട് അവർ കാശ് മേടിക്കുന്നു. അതിൻ്റെ ഒരു വിവാഹം അഭിലാഷ് ആട്ടായത്തിന് കിട്ടും. ഇപ്പോൾ ആര്യൻ ജോസ് പെരേര 21 ദിവസം, അവൻ്റെ കാര്യം പിന്നെ പോട്ടെ നോക്കി. ഈ പുള്ളിക്ക് തന്നെ ഇത്ര പ്രായമായി 3 പിള്ളേരൊക്കെ ഉള്ള കുടുംബസ്ഥനാണ് പുള്ളി. അതുകൊണ്ട് പുള്ളി എങ്ങനെ ഒരു പണിക്ക് പോകാതെ ഇങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പുള്ളി പണിക്ക് പോകുന്നതിനേക്കാൾ ഇരട്ടി കാശ് കിട്ടുന്നുണ്ട്. അതിനുവേണ്ടിയാണ് പുള്ളി ഈ കിടന്ന് കാട്ടായം കാണിക്കുന്നത്. നാഗചേച്ചി തന്നെ പറയുന്നതിലും കാര്യമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതമാണ്, അവർക്ക് ജീവിക്കുന്ന ചിലവുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരോട് ജീവിതം ചാനൽ വരുമ്പോൾ പൈസ ഇൻ്റർവ്യൂ ചോദിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ തന്നെ വിനായകനും ഇതേപോലെ പറഞ്ഞു, എൻ്റെ ജീവിതം, എൻ്റെ പേഴ്സണൽ ഇൻ്റർവ്യൂ, എനിക്ക് പൈസ തന്നിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ. തീർച്ചയായിട്ടും അത് അവരുടെ അവകാശമാണ്. ഓരോരുത്തരുടെ ജീവിതം വെച്ചിട്ട് അവർ റീച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൊടുക്കേണ്ടത് അവരുടെ അവകാശം തന്നെയാണ്. കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. ഇവർ പറഞ്ഞതിൽ യാതൊരുവിധ തെറ്റുമില്ല.